തമിഴിലെ സൂപ്പർ ഹാസ്യതാരമാണ് വടിവേലു. സിനിമയെ വെല്ലുന്ന ജീവിതമാണ് ഈ ഹാസ്യതാരത്തിന്റേത്. കൂലിപ്പണിക്കാരനിൽ നിന്ന് സിനിമാ നടനിലേക്കുള്ള അസാധാരണ വളർച്ച. നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വടിവേലുവിന്റെ ജീവിതം പറയുന്നു. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ: സ്കൂൾ വിദ്യാഭ്യാസം എന്തെന്നറിയാത്ത സാധാരണ മനുഷ്യനാണ് വടിവേലു എന്ന കോമഡി താരം. തമിഴ് സിനിമയിലെ എണ്ണം പറഞ്ഞ ഹാസ്യ നടന്മാരിൽ ഏറെ പേരുകേട്ട നടനാണ് വടിവേലു. ഫോട്ടോകൾക്ക് കണ്ണാടി ഫ്രെയിം ഇട്ട് കൊടുക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതം വഴിമാറുന്ന ഒരു സംഭവമുണ്ടായി. തമിഴ് സിനിമയിലെ സൂപ്പർ താരവും നിർമ്മാതാവുമായ രാജ്കിരൺ തന്റെ ഫാൻസ് അസോസിയേഷൻ നേതാവായ ഇളങ്കോയുടെ വിവാഹത്തിന് മധുരയിൽ എത്തിയതായിരുന്നു. വിവാഹശേഷം മടങ്ങിപ്പോകാൻ ഏറെ നേരം രാജ്കിരണിന് കൂട്ടായി ഇളങ്കോ പറഞ്ഞുവിട്ട കൂട്ടുകാരനായിരുന്നു വടിവേലു. രാജ്കിരൺ തിരികെ പോകുന്നവരെ തന്റെ നർമ്മം കൊണ്ട് അദ്ദേഹത്തെ കുടുകുടെ ചിരിപ്പിച്ചു വടിവേലു. 2 വർഷം കഴിഞ്ഞ് രാജ്കിരന്റെ സിനിമയായ എൻ രാസുവിൻ മനസ്സിലെ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡിണ്ടിഗലിൽ നടക്കുകയായിരുന്നു. ആ സിനിമയിൽ ഗൗണ്ടാമണിയുടെ കൂടെ 2 സീനിൽ അഭിനയിക്കാൻ വടിവേലുവിന് അവസരം ലഭിച്ചു. രാജ്കിരണാണ് ആ അവസരം നൽകിയത്. തന്റെ സിനിമയിലേക്ക് ഒരു പുതുമുഖ നടനെ തേടുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് 2 വർഷം മുൻപ് കണ്ട വടിവേലുവിനെ ഓർത്തത്. ഉടൻ തന്നെ മധുരയിലുള്ള ഇളങ്കോയെ വിളിച്ച് വടിവേലുവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഗൗണ്ടാമണിയുടെ കയ്യിൽ നിന്ന് പൊതിരെ തല്ലുവാങ്ങുന്ന സീനായിരുന്നു അത്. ആ സീനിൽ വടിവേലു തന്റെ കയ്യിൽ നിന്നും ചില ഡയലോഗുകൾ കൂടി ചേർത്തപ്പോൾ ആ സീൻ കൂടുതൽ മനോഹരമാക്കി. വടിവേലുവിന്റെ പ്രകടനം ഇഷ്ടപ്പെട്ട രാജ്കിരൺ ആ ചിത്രത്തിലെ തന്നെ പോടാ പോടാ പുണ്ണാക്ക് എന്ന ഗാനരംഗത്തുകൂടി ഉൾപ്പെടുത്തി. പിന്നീട് വിജയകാന്തിന്റെ ചിന്ന ഗൗണ്ടർ എന്ന ചിത്രത്തിൽ നായകന് പിന്നാലെ കുടചൂടി നടക്കുന്ന ആളായി വടിവേലു പ്രത്യക്ഷപ്പെട്ടു. ഗൗണ്ടാമാണിയും സെന്തിലും തമിഴ് സിനിമയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന കാലത്താണ് അദ്ദേഹം സിനിമയിലെത്തുന്നത്. ഈ സാഹചര്യത്തിൽ നന്നായി പരിശ്രമിച്ചാലേ തനിക്ക് മുന്നിലെത്താൻ കഴിയൂ എന്ന് വടിവേലുവിന് അറിയാമായിരുന്നു. എപ്പോഴും ഒരല്പം ഹാസ്യം ചേർത്ത് സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്റേത്. മലയാളിയായ KT കുഞ്ഞുമോന്റെ കാതലൻ എന്ന സിനിമ തമിഴ്നാട്ടിൽ വൻ തരംഗം സൃഷ്ടിച്ചിരുന്നു. അതുവരെ ഗ്രാമീണ കഥാപാത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന വടിവേലുവിന് കാതലനിലെ മോഡേൺ കഥാപാത്രം വൻ ബ്രേക്കാണ് നൽകിയത്. സിനിമയിലെ ഉർവശി ഉർവശി എന്ന ഗാനത്തിൽ പ്രഭുദേവയുമായി ഒപ്പം അഭിനയിച്ചു തകർത്തു. ഈ സിനിമയിലെ പ്രകടനം ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഈ കാലഘട്ടത്തിലാണ് വിവേക്, ചാർലി, ജനകരാജ് എന്നിവരുടെ കടന്നുവരവ്. ഇവരുടെയൊക്കെ കാലഘട്ടത്തിലും വടിവേലു തളരാതെ പിടിച്ചു നിന്നു. ഷൂട്ടിങ്ങിന് വന്നാൽ അഭിനയത്തെക്കുറിച്ച് മാത്രമേ അദ്ദേഹം ശ്രദ്ധിക്കുകയുള്ളൂ. അഭിനയ ജീവിതത്തിൽ വളരെ അച്ചടക്കം പാലിക്കുന്ന നടനാണ് വടിവേലു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗൗണ്ടമണിയെയും സെന്തിലിനെയും കടത്തിവെട്ടി ഒന്നാമനായി വടിവേലു വളർന്നു. ഈ പറക്കും തെളിക എന്ന മലയാള ചലച്ചിത്രം തമിഴിലേക്ക് മൊഴിമാറ്റിയപ്പോൾ ഹരിശ്രീ അശോകന്റെ കഥാപാത്രം ചെയ്തത് വടിവേലു ആയിരുന്നു. ഈ സിനിമ അക്കാലത്ത് വൻ വിജയമായിരുന്നു. വടിവേലുവിന്റെ കഥാപാത്രം ഇതിലും ശ്രദ്ധിക്കപ്പെട്ടു. മലയാള നടൻ കലാഭവൻ മണിയുടേതുപോലെ തമിഴിലെ നാടൻ പാട്ടുകൾ അദ്ദേഹം പാടി റെക്കോർഡ് ചെയ്യുമായിരുന്നു. അദ്ദേഹം അഭിനയിച്ച പല സിനിമകളിലും അദ്ദേഹം പാടി അഭിനയിച്ചിട്ടുണ്ട്. അഭിനയ പടവുകൾ ചവിട്ടിക്കേറുമ്പോൾ അദ്ദേഹം നായകനായും അഭിനയിച്ചു. പുലികേശി എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ നായകനായി. ഈ ചിത്രം ഗംഭീര വിജയമായിരുന്നു. ഈ ചിത്രത്തോടെ വടിവേലു മൾട്ടി മില്യണറായി മാറുകയായിരുന്നു. സാമ്പത്തികപരമായി അദ്ദേഹം മുന്നിൽ തന്നെയായിരുന്നു. രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരുന്ന ഇദ്ദേഹം DMKയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കാനിറങ്ങി. വടിവേലു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അദ്ദേഹത്തെ കാണാൻ വൻ ജനക്കൂട്ടമായിരുന്നു. അക്കാലത്ത് DMKയുടെ വക്താവായിരുന്നു വിജയകാന്ത്. തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തെ MGRനെ പോലെയാണ് ജനങ്ങൾ കണ്ടിരുന്നത്. ജനങ്ങൾക്ക് സഹായം ചെയ്യാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിജയകാന്തിനെ ക്യാപ്റ്റൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ വിജയകാന്തിനെതിരെ വടിവേലു ആക്ഷേപങ്ങൾ ചുരിയുമായിരുന്നു. എന്ത് ക്യാപ്റ്റൻ? ക്യാപ്റ്റനൊക്കെ കപ്പലിലാണ്, ഇവിടെ ഈ ക്യാപ്റ്റൻ മുഴുവൻ സമയം വെള്ളത്തിലാണ്. ഇങ്ങനെ ക്യാപ്റ്റൻ വിജയകാന്തിന്റെ മദ്യപാന സ്വഭാവത്തെ അവസരം കിട്ടുമ്പോൾ വടിവേലു ആക്ഷേപിക്കുമായിരുന്നു. എന്നാൽ വിജയകാന്ത് ഇതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല. വടിവേലുവിന്റെ സിനിമയിൽ ആദ്യകാലത്ത് ഒരുപാട് സഹായം ചെയ്തത് ക്യാപ്റ്റനായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയകാന്ത് പിന്തുണച്ച ജയലളിത വിജയിക്കുകയും DMK തോൽക്കുകയും ചെയ്തു. അതോടെ വടിവേലുവിന്റെ നില പരുങ്ങലിലായി. വടിവേലുവിനെ വെച്ച് സിനിമ എടുക്കുന്നത് ജയലളിതയ്ക്കെതിരെ ആകുമെന്ന് ഭയന്ന് ആരും അദ്ദേഹത്തെ സിനിമ ചെയ്യാൻ വിളിച്ചില്ല. അതോടെ വടിവേലു അജ്ഞാതവാസത്തിലായി. പിന്നീട് ജയലളിതയുടെ മരണത്തോടെയാണ് വടിവേലു സജീവമായത്. 2023-ൽ മാമന്നൻ എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വന്നു. സ്ഥിരം ഹാസ്യ നടൻ എന്ന ലേബലിൽ നിന്ന് സ്വഭാവ നടനായി അദ്ദേഹം തിളങ്ങി. ആലപ്പി അഷ്റഫ് പറയുന്നു.